ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മുത്തശ്ശി എന്ന് പറയുന്ന സീരീസ് ആണ്. കാടിനുള്ള വീട്ടിൽ താമസിക്കുന്ന ഒരാളെ വിവാഹം കഴിച്ചെത്തുന്ന നായിക. എന്നാൽ അവളെ കാത്തിരുന്നത് രഹസ്യങ്ങളുടെ ഒരു കലവറയായിരുന്നു. ആ ഗ്രാമത്തിലെ സ്ത്രീകൾ ആരും തന്നെ ഗർഭിണികളാകുന്നില്ല. എന്തായിരിക്കാം അതിന് കാരണം? അപ്പൊ കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ലീല എന്ന് പറയുന്ന പെൺകുട്ടി അവളുടെ അച്ഛന്റെയും രണ്ട് സഹോദരിമാരുടെയും കൂടെ കാടിനടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് വരുന്നതാണ്. അവിടെ ഒരു തറവാട്ടിൽ താമസിക്കുന്ന രാജൻ എന്നാളെ വിവാഹം കഴിക്കാനായിരുന്നു അവൾ വന്നത്. ചേച്ചി ഈ കാടിനുള്ള വീട്ടിലേക്ക് വിവാഹം കഴിച്ച് അയക്കണമെന്ന് ആ രണ്ട് പെൺകുട്ടികളും അവരുടെ അച്ഛനോട് ചോദിക്കുന്നു. എന്നാൽ രാജൻ വന്ന് പെണ്ണ് കണ്ടപ്പോൾ മുതല് ലീലയ്ക്ക് രാജനെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ലീലയുടെ സമ്മതത്തോടു കൂടിയാണ് ഈ വിവാഹം നടക്കുന്നത്. രാജൻ വിവാഹത്തിന്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ നടത്തിയിരിക്കുന്നു. ഗ്രഹണ സമയത്ത് തന്നെ ഇവൻ വിവാഹം കഴിക്കണമെന്ന് കൂടെയുള്ള ആൾ അവനോട് പറയുന്നുണ്ട്. അങ്ങനെ ഗ്രഹണം തുടങ്ങി. അവിടെയെല്ലാം ഇരുട്ട് വ്യാപിച്ചു. ലീലയും കുടുംബവും എത്തിയതും രാജൻ അവരോട് പറയുന്നുണ്ട് ഇത് തന്റെ അച്ഛന്റെ പ്രതിമയാണെന്ന്. മല്ലികൻ എന്നായിരുന്നു അവന്റെ അച്ഛന്റെ പേര്. അച്ഛന്റെ പ്രതിമയെ സാക്ഷിയാക്കി ഇവിടെ വെച്ച് വിവാഹം കഴിക്കണമെന്ന് അവന്റെ ആഗ്രഹമായിരുന്നു. അങ്ങനെ അധികം ചടങ്ങുകളൊന്നുമില്ലാതെ രാജൻ ലീലയുടെ കഴുത്തിൽ താലി കെട്ടി. ഗ്രഹണം ഇപ്പോൾ തന്നെ മാറും. നിങ്ങളും നിങ്ങളുടെ വീട്ടിലേക്ക് തിരികെ പോയിക്കൊള്ളാൻ ലീലയുടെ അച്ഛനോടും സഹോദരിമാരോടും രാജൻ പറഞ്ഞു. അവര് വീട്ടിലേക്ക് പോയി. ലീല രാജന്റെ കൂടെ അവന്റെ തറവാട്ടിലേക്കും. പഴകിയ നിലയിലുള്ള ആ ഒരു വീട് കണ്ടതും അവള് വല്ലാതെ പേടിക്കാൻ തുടങ്ങി. അവിടെ അടുത്തൊന്നും തന്നെ അധികം വീടുകളും കാണുന്നില്ല. അമ്മ എന്താ വിവാഹത്തിന് വരാതിരുന്നതെന്ന് അവള് ചോദിച്ചപ്പോൾ രാജൻ പറയുന്നുണ്ട് അമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് അത്രയും ദൂരം നടന്നു വരാതിരുന്നതെന്ന്. രാജൻ അവരുടെ റൂം അവൾക്ക് കാണിച്ചു കൊടുത്തു. അമ്മയെ കാണണ്ടെന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് പ്രത്യേക സ്വഭാവമാണ്. മുകളിൽ തന്നെ അമ്മ ഇരിക്കാറുള്ളൂ. നീ അങ്ങോട്ടേക്ക് ഒറ്റയ്ക്ക് പോകണ്ടെന്നും നാളെ നമുക്ക് കാണാമെന്നും പറയുന്നു. എന്നിട്ട് കുറച്ചു കഴിഞ്ഞ് രാജനാകട്ടെ കാട്ടിലേക്ക് ഇറങ്ങി ഒരു കീരിയെ അമ്പെയ്ത് കൊല്ലുന്നുണ്ട്. ജനലിലൂടെ ഇത് ലീല കാണുന്നുണ്ടായിരുന്നു. അവൻ കൊന്ന് കീരി എടുത്തുകൊണ്ടുവന്ന് വെട്ടിമുറിച്ച് അതിന്റെ മാംസം ഒരു ഇലയിൽ പൊതിയുന്നു. ഇവൻ എന്തായി കാണിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ലീല അവനെ ഫോളോ ചെയ്യുന്നു. രാജൻ മുകളിലുള്ള അവന്റെ അമ്മയുടെ റൂമിലേക്ക് പോയി. അവന്റെ അമ്മയുടെ പേര് കാന്തി എന്നായിരുന്നു. നീളമുള്ള മുടിയിഴകളായിരുന്നു അവർക്ക്. ലീല ഒളിഞ്ഞു നോക്കുമ്പോൾ അവൾ കാണുന്നത് രാജൻ ഒരു കുപ്പി മദ്യവും ഈ കീരിയുടെ മാംസവും അവന്റെ അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കുന്നതാണ്. കാന്തിയാകട്ടെ ആ പച്ച മാംസം അങ്ങനെ തന്നെ തിന്നുന്നുണ്ടായിരുന്നു. കൂടെ ആ മദ്യവും കുടിച്ചു. ഇത് കണ്ടതും ലീല പേടിച്ചു. ഇവന്റെ അമ്മയെന്താ ഇങ്ങനെ വിചിത്രമായിട്ട് പെരുമാറുന്നതെന്ന് ചിന്തിച്ചു. പക്ഷെ പെട്ടെന്ന് അവർ ലീല എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കി. അവരുടെ ഫേസ് കണ്ടതും അവൾ പേടിച്ച് ബാക്കിലേക്ക് വീഴുന്നു. കോണിപ്പടികളിലൂടെ ഉരുണ്ടുരുണ്ട് അവൾ താഴേക്ക് വീണ് കിടക്കുന്നുണ്ട്. രാജൻ അവളെ എടുത്തുകൊണ്ടുപോയി ബെഡിലേക്ക് കിടത്തി. രാവിലെ ബോധം വരുമ്പോ അവളുടെ തലയിൽ ചെറിയൊരു മുറിവുണ്ടായിരുന്നു. അതിലെല്ലാം തന്നെ രാജൻ മരുന്ന് വെച്ചിട്ടുണ്ട്. തലേന്ന് താൻ കണ്ട കാര്യത്തെപ്പറ്റി ലീല ചോദിച്ചതും രാജൻ പറയുന്നുണ്ട് അമ്മയ്ക്ക് പ്രത്യേക സ്വഭാവമാണ്. എന്റെ അമ്മ ഈ നാട്ടിലെ വലിയൊരു മന്ത്രവാദിയാണ്. ഈ മാടനെ മറുതയൊക്കെ പിടിച്ച് ആവാഹിക്കുന്ന ജോലിയായിരുന്നു അമ്മയുടേത്. അമ്മയ്ക്ക് വയ്യാതായപ്പോൾ അമ്മ അത് എന്നെയും പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനും അതൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഈ മന്ത്രവാദമൊക്കെ ചെയ്ത് അമ്മയ്ക്ക് ചില ശീലങ്ങളുണ്ടായി. ഒരേ വസ്ത്രം മാത്രമേ ധരിക്കാറുള്ളൂ. അതുപോലെ കീരിമാംസവും മദ്യവും മാത്രമേ കഴിക്കാറുള്ളൂ. വേറൊന്നും അമ്മ കഴിക്കാറില്ല. നീ അമ്മയുടെ അടുത്തേക്ക് ഒറ്റയ്ക്കൊന്നും പോകണ്ട. അമ്മയുടെ രീതികളൊക്കെ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്നാണ് ലീലയോട് അവൻ പറയുന്നത്. ലീല വീടും പരിസരവും എല്ലാം വൃത്തിയാക്കുകയായിരുന്നു. ആ സമയം പുറത്തുനിന്നും കാന്തിയുടെ വലിയ നീളമുള്ള മുടിയിഴകൾ കിട്ടുന്നുണ്ട്. അടുക്കളയിൽ പാചകത്തിന് ആവശ്യമായ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. താൻ പോയി വാങ്ങിയിട്ട് വരാമെന്ന് രാജൻ പറഞ്ഞെങ്കിലും അത് വേണ്ട, ഞാൻ ഇവിടുത്തെ വഴിയൊക്കെ കണ്ടുപിടിച്ചു പോയിക്കൊള്ളാം, കാശ് തന്നാ മതി എന്ന് അവൾ പറയുന്നു. അങ്ങനെ രാജന്റെ കയ്യിൽ നിന്ന് കാശും വാങ്ങി ലീല അവിടെയുള്ള ചന്തയിൽ പോയി സാധനങ്ങൾ വാങ്ങി തിരികെ വരുമ്പോൾ പൂ വിൽക്കുന്ന ഒരു സ്ത്രീയെ കാണുന്നു. അവരുടെ കയ്യിൽ നിന്ന് അവൾ കുറച്ച് പൂ വാങ്ങി. രാജന്റെ ഭാര്യയില്ലെന്ന് അവർ ചോദിക്കുന്നു. വിവാഹം കഴിഞ്ഞ കാര്യം താൻ അറിഞ്ഞിരുന്നു. എന്തന്വേഷിച്ചിട്ടാ നീ ആ രാജനെ വിവാഹം കഴിച്ചതെന്ന് അവർ ചോദിക്കുന്നുണ്ട്. അതെന്താ നിങ്ങൾ അങ്ങനെ സംസാരിക്കുന്നതെന്ന് ലീല തിരിച്ചു ചോദിച്ചതും അവർ ആ തറവാടിനെയും കാന്തിയെയും രാജനെയും പറ്റി സംസാരിക്കുന്നു. അതൊരു നശിച്ച വീടാ. ആ വീട് മാത്രമല്ല ഈ ഗ്രാമത്തിനും 10 വർഷമായിട്ട് ശാപം കിട്ടിയിരിക്കുകയാണ്. ഇവിടെ ഒരു സ്ത്രീകൾ പോലും ഗർഭിണികളാകില്ല. ആർക്കും കുട്ടികളില്ല. പുറത്തുനിന്നും ഇവിടേക്ക് വരുന്ന ഗർഭിണികളാകട്ടെ അവരുടെ കുട്ടിയെ നഷ്ടപ്പെടുത്തിയ ശേഷമാണ് തിരിച്ചു പോകുന്നത്. ഒന്നുകിൽ അവരെ കാണാതാകും, അല്ലെങ്കിൽ അവരുടെ കുട്ടി മരിച്ചുപോകും. അങ്ങനെ ശാപം കിട്ടിയ നാടാണിത്. നിങ്ങളുടെ തറവാടിന്റെ അടുത്ത് അമ്മിണി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയുടെ മകൻ മുരളിയുടെ ഭാര്യ പ്രഭയാകട്ടെ നിങ്ങളുടെ തറവാടിന്റെ അടുത്തായിട്ട് ഔഷധിച്ചെടി പറിക്കാൻ വന്നതാണ്. എന്നാൽ അവൾ ഔഷധിച്ചെടി പറിക്കുമ്പോൾ അതിന്റെ വേരിന് പകരം അതിലുണ്ടായിരുന്നത് കാന്തിയുടെ മുടിയിഴകളായിരുന്നു. ആ മുടിയിഴകൾ അവളുടെ കയ്യിൽ ചുറ്റി വരിഞ്ഞു. പിന്നീട് മരിച്ച നിലയിലാണ് പ്രഭ ഇവർ കണ്ടെത്തിയത്. കാന്തിയുടെ മന്ത്രശക്തിയാണ് ഇതിനെല്ലാം കാരണമെന്ന് ജനങ്ങൾ പറയാൻ തുടങ്ങി. മുരളിയും കൂട്ടരും ചേർന്നിട്ട് കാന്തിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ആ തറവാടിനുള്ളിൽ കയറിയതാണ്. എന്നാൽ അകത്തേക്ക് ഒരാൾ കയറിയപ്പോഴേക്കും ആ വാതില് തനിയടഞ്ഞു. ആ മന്ത്രവാദിനി പ്രഭയുടെ ഭർത്താവ് മുരളിയും കൊന്നു. ആത്മാക്കളെയെല്ലാം ആവാഹിച്ച് ഒരു പാവയിലാക്കി അവിടെയുള്ള ഒരു റൂമില് ഇവർ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ആ വീടിന്റെ അടുത്തേക്ക് പോയ പലരും തിരികെ വന്നിട്ടില്ല. ശാപം കിട്ടിയ വീടാണത്. അവിടെയാണ് ആദ്യത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. രണ്ടാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഈ കാര്യങ്ങളെല്ലാം കേട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തിയ ലീലയാകട്ടെ ആ റൂം പോയി പരിശോധിക്കുന്നതാണ് കാണിക്കുന്നത്. ആ സ്ത്രീ പറഞ്ഞ പോലെ അവിടെ ഒരുപാട് പാവകളെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അവൾ അതിലൊക്കെ തൊട്ടു നോക്കുന്നുണ്ട്. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന കണ്ണാടിയിൽ കാന്തിയുടെ രൂപം അവൾ കണ്ട പോലെ തോന്നി. അപ്പോഴേക്കും രാജൻ അവിടേക്ക് കയറി വന്നു. തങ്ങളുടെ പൂർവികർ ആത്മാക്കളെ ആവാഹിച്ചു വെച്ചിരുന്ന റൂമാണിതെന്ന് രാജൻ അവളോട് പറയുന്നുണ്ട്. പണ്ടൊക്കെ അമ്മയാണ് ആവാഹിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഞാനത് ചെയ്യാറുണ്ട്. എനിക്ക് കാശിന് ആവശ്യം വരുമ്പോൾ എങ്ങനെ ആത്മാക്കളെ ആവാഹിച്ച് അങ്ങനെ പണം ഉണ്ടാക്കും. ആദ്യം ഇതിലൊന്നും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാശിന് ആവശ്യം വന്നപ്പോൾ ചെയ്തു തുടങ്ങിയതാ. എന്താണെങ്കിലും
എപ്പോഴെങ്കിലും നീ ഈ പാവകളിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ മല്യവെള്ളത്തിൽ കൈ കഴുകുന്നത് നല്ലതാണെന്ന് അവൻ അവളോട് പറഞ്ഞു. ലീല പേടിച്ചുകൊണ്ട് ആ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി. പിന്നീട് കാണിക്കുന്നത് ഒരു ദിവസം വഴിയിൽ വെച്ച് ലീല തലകറങ്ങി വീഴുന്നതാണ്. ആ പൂക്കാരി ആ സമയം അതുവഴി വരുന്നുണ്ടായിരുന്നു. ലീലയുടെ കൈ പിടിച്ചു നോക്കിയിട്ട് അവർ പറയുന്നുണ്ട് ഇവൾ ഗർഭിണിയാണെന്ന്. ഈ ഗ്രാമത്തിൽ ആരും ഗർഭം ധരിക്കാറില്ല, പക്ഷെ അവൾ ഗർഭിണിയായിരിക്കുന്നു. അത് കേട്ടതും രാജൻ ഒരുപാട് സന്തോഷമായി. എന്നാൽ ഈ സംസാരം എല്ലാം തന്നെ തറവാടിന്റെ മുകളിലുള്ള കാന്തിക്ക് കേൾക്കാമായിരുന്നു. എത്ര ദൂരത്തു നിന്നും വരുന്ന ആൾക്കാരെയും അവരുടെ ദിവ്യശക്തി കൊണ്ട് അവർക്ക് കാണാമായിരുന്നു. ഈ സന്തോഷ വാർത്ത രാജനും ലീലയും ചെന്ന് കാന്തിയോട് പറയുമ്പോൾ കാന്തി അവരെ പുച്ഛിക്കുകയാണ് ചെയ്യുന്നത്. നിന്നെപ്പോലൊരു മണ്ടനെയായിരിക്കുമല്ലോ ഇവളിപ്പോൾ പ്രസവിക്കാൻ പോകുന്നത്. നിന്നെ കൊണ്ടോ ഒരു ഗുണമില്ല, ഈ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെയും കൊണ്ടും അത് തന്നെയായിരിക്കും അവസ്ഥ. കാന്തി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ലീലയ്ക്ക് ദേഷ്യം വരുന്നു. ആകെ സങ്കടത്തിൽ അവൾ പോയിരുന്ന് കരയാൻ ആരംഭിച്ചു. രാജനും തന്റെ അമ്മയോട് ആ സമയം ദേഷ്യം തോന്നി. ഒരു വിധത്തിൽ രാജൻ ലീലയെ ആശ്വസിപ്പിക്കുന്നു. അമ്മ ചില നേരത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറയുന്നു. എന്നാൽ ഈ വീടിനെ പറ്റിയും നിങ്ങളുടെ അമ്മയെ പറ്റിയൊക്കെ ആൾക്കാർ ഓരോന്ന് പറയുന്നുണ്ട്. എനിക്ക് കേൾക്കുമ്പോൾ പേടിയാകുന്നുണ്ട്. നമുക്ക് ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് അവള് പറയുന്നു. അമ്മയെ ഒറ്റയ്ക്കാക്കി എങ്ങോട്ടും പോകാൻ പറ്റില്ല എന്നാണ് രാജൻ പറയുന്നത്. നീ അമ്മയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അമ്മയും തിരിച്ച് നിന്നെ സ്നേഹിക്കും. നീ ഒന്ന് ശ്രമിച്ചു നോക്കാൻ അവൻ പറഞ്ഞതും അവന്റെ നിർബന്ധം കാരണം ലീല അവന്റെ കൂടെ അമ്മയുടെ അടുത്ത് പോയിരിക്കുകയും അവരുടെ നീളമുള്ള മുടി ചീകി കെട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ലീലയുടെ വയറ്റിലെ കുഞ്ഞ് വളർന്നുകൊണ്ടേയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവൾ തന്റെ അച്ഛന് കത്തെഴുതും. ഒരു ദിവസം തുണികൾ മടക്കി വെക്കുന്നതിനിടയ്ക്ക് ലീലയ്ക്ക് രാജന്റെ അലമാരയിൽ നിന്നും മന്ത്രങ്ങൾ എഴുതിയ ഒരു മൃഗത്തിന്റെ ചർമ്മം കിട്ടുന്നുണ്ട്. അതൊന്ന് തുറന്നു നോക്കിയ ശേഷം അവൾ അതുപോലെ തന്നെ വെച്ചു. അടുക്കളയിൽ പച്ചക്കറി എറിഞ്ഞുകൊണ്ടിരിക്കുന്നിടയ്ക്ക് അവളെ കാന്തി ലീല ലീല എന്ന് വിളിക്കാൻ തുടങ്ങി. അത് കേട്ട് പേടിച്ചതും അവളുടെ കൈ മുറിഞ്ഞു. അവളുടെ കയ്യിൽ നിന്ന് ബ്ലഡ് വരുന്നത് മുകളിലിരിക്കുന്ന കാന്തിക്ക് മണത്തറിയാമായിരുന്നു. മദ്യത്തിന് വേണ്ടിയാണ് അവർ വിളിച്ചതെന്ന് മനസ്സിലാക്കി ലീല മദ്യവുമായിട്ട് അവരുടെ റൂമിലേക്ക് പേടിച്ച് പേടിച്ച് കയറി ചെന്നു. എന്നാൽ അവർ ലീലയുടെ കയ്യിലെ മുറിവ് തന്റെ വായിലേക്ക് വെച്ച് അവളുടെ ബ്ലഡ് കുടിക്കുന്നു. ആ സമയം മറ്റൊരിടത്ത് ഇവരുടെ ബന്ധുവായ ശ്രീധർ എന്ന് പറയുന്ന ഒരാളെ കാണിക്കുന്നുണ്ട്. അയാൾ തന്റെ പവർ ഉപയോഗിച്ച് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. നിന്റെ ബ്ലഡ് വളരെ നല്ലതാണെന്നും അത് നല്ലൊരു ശക്തിയാണെന്നും നീ ഒരു കുട്ടിക്ക് ജന്മം നൽകുമെന്നും ഈ കാന്തി അവളോട് പറയുന്നു. പേടിച്ചുപോയ അവള് റൂമിൽ നിന്നും താഴേക്ക് ഇറങ്ങി പോകുന്നു. ആ സമയം അവളുടെ കയ്യിൽ ആ മുറിവുണ്ടായിരുന്നില്ല. കാന്തിയെക്കുറിച്ച് ആൾക്കാർ ഓരോന്ന് പറയുന്നതിനെ പറ്റി ലീല രാജനോട് ചോദിക്കുമ്പോൾ രാജൻ പറയുന്നത് ആൾക്കാർ അങ്ങനെ പലതും പറയും, നീ അതൊന്നും കാര്യമാക്കണ്ടെന്ന്. നമ്മുടെ കുടുംബത്തിന്റെ പണ്ട് മുതലുള്ള തൊഴിലാണ് ഗ്രാമങ്ങളിൽ ഭീതി ഉണ്ടാക്കുന്ന മറുതയും ചാത്തനെയൊക്കെ പിടിക്കുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ പല കഥകളും ഉണ്ടാക്കുന്നത്. അങ്ങനെയിരിക്കും ഒരു ദിവസം രാജനെ വഴിയിൽ വെച്ച് ഇവരുടെ ബന്ധുവായ ആ ശ്രീധർ കാണുന്നുണ്ട്. തന്നെ മനസ്സിലായോ എന്ന് രാജന്റെ അടുത്ത് ചോദിക്കുമ്പോൾ തനിക്ക് മനസ്സിലായില്ല എന്നാണ് രാജൻ പറയുന്നത്. ഞാൻ നിന്റെ ചേട്ടനായിട്ട് വരുമെന്നാണ് ശ്രീധർ പറയുന്നത്. ഈ കാന്തിയുടെ ഭർത്താവ് മല്ലികന്റെ അമ്മയായിരുന്നു സുമേശ്വരി. സുമേശ്വരിക്ക് മല്ലികനെ കൂടാതെ ആയില്യ എന്ന് പറയുന്നൊരു മകളുണ്ടായിരുന്നു. ആ ആയില്യയുടെ മകനാണ് ഈ ശ്രീധർ. പറഞ്ഞു വരുമ്പോൾ രാജന്റെ സഹോദരനായിട്ട് വരും. നിന്റെ അമ്മയ്ക്കുള്ള പോലുള്ള പല കഴിവുകളും എനിക്കുണ്ട്. എനിക്കും നിന്റെ അമ്മയ്ക്കും ഒരേ മദ്യമാണ് ഇഷ്ടം. നിന്റെ അച്ഛനെയും നമ്മുടെ തലമുറയും മുഴുവൻ നശിപ്പിച്ചത് നിന്റെ അമ്മയാണെന്ന് രാജനോട് അയാൾ പറയുന്നു. ആ അമ്മയെ നമുക്ക് നശിപ്പിക്കണ്ടേന്നും അയാൾ ചോദിക്കുന്നു. എന്റെ അമ്മയെ എന്തിനാ ഞാൻ നശിപ്പിക്കുന്നതെന്നായിരുന്നു രാജൻ തിരിച്ചു ചോദിച്ചത്. ശ്രീധർ പറയുന്ന കാര്യങ്ങളൊന്നും രാജൻ വിശ്വസിച്ചില്ല. നിന്റെ അമ്മ ഒരു രക്ഷസാണെന്നാണ് ശ്രീധർ അവനോട് പറഞ്ഞത്. നിന്റെ അമ്മ തന്നെയാണല്ലോ നിന്നോട് ലീലയെ വിവാഹം കഴിക്കാൻ പറഞ്ഞത്. അതിന്റെ പിന്നിലൊരു കാരണമുണ്ട്. അസുര വംശത്തിലെ ദേവഗണത്തിൽ ജനിച്ച പെൺകുട്ടിയാണ് ലീല. വംശം നിലനിർത്താൻ വേണ്ടിയിട്ട് അടുത്ത ശക്തിയെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് നിന്റെ അമ്മ ലീലയെ വിവാഹം കഴിക്കാൻ പറഞ്ഞത്. അതിനുവേണ്ടിയാണ് ലീലയെ അവർ തിരഞ്ഞെടുത്തത്. അയാൾ പറയുന്ന കാര്യങ്ങളൊന്നും രാജൻ വിശ്വസിച്ചില്ല. അടുത്ത പൂർണ്ണ പൗർണയ്ക്ക് മുമ്പ് ഒരു രക്ഷസ് കൂടി ഈ കാട്ടിൽ ജനിക്കുമെന്നാണ് ശ്രീധർ പറയുന്നത്. നിനക്ക് നിന്റെ ഭാര്യയും നിന്റെ ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെ രക്ഷിക്കണമെങ്കിൽ അവരുടെ രക്തത്തിൽ പറഞ്ഞ നീ തന്നെ അവരുടെ മുടിയിഴകൾ പിരിച്ച് ആ മുടിയിഴ കൊണ്ട് അവരുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലണം. രാജൻ അതൊന്നും വകവച്ചില്ല. അവൻ അയാളെ മൈൻഡ് ചെയ്യാതെ കടന്നുപോയി. എന്നാൽ അന്ന് തുണി കഴുകിക്കൊണ്ടിരുന്ന ലീലയ്ക്ക് വല്ലാതെ വയറുവേദന അനുഭവപ്പെട്ടു. അവളുടെ ശരീരത്തിൽ നിന്നും ബ്ലഡ് പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. അവൾക്ക് മനസ്സിലായി തന്റെ കുഞ്ഞിനെ തനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. രാജൻ വന്നപ്പോഴേക്കും ലീല അവശ നിലയിലായിരുന്നു. അവരുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ അവർക്ക് സാധിച്ചില്ല. ആശിച്ചിരുന്ന തങ്ങളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് കാരണം രണ്ടുപേരും ദുഃഖത്തിലായി. അവിടെയാണ് രണ്ടാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. മൂന്നാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഇവരുടെ കുട്ടിയെ നഷ്ടപ്പെട്ട കാര്യം കാന്തി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കാന്തി രാജനോട് പറയുന്നുണ്ട്, നീ വിഷമിക്കേണ്ട കാര്യമില്ല, ആ കുഞ്ഞ് പോകുന്നെങ്കിൽ പോകട്ടെ, നീ ഉടനെ തന്നെ വീണ്ടും ഒരു അച്ഛനാകുമെന്ന്. രാജൻ സന്തോഷത്തോടെ ആ കാര്യം ലീലയോട് വന്ന് പറയുന്നു. അമ്മ ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞ്. എന്നാൽ ലീലയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇനിയൊരു കുഞ്ഞുണ്ടാകുമെന്ന് കരുതിയിട്ട് ഇപ്പോൾ നഷ്ടപ്പെട്ട കുഞ്ഞിനെ കുറിച്ചുള്ള വേദന തനിക്ക് ഇല്ലാതാകുമോ എന്നാണ് ലീല ചോദിക്കുന്നത്. ലീല കാന്തിയുടെ അടുത്തോട് ചെല്ലുമ്പോൾ കാന്തി ലീലയോടും പറയുന്നത് ഇത് തന്നെയായിരുന്നു. നീ വിഷമിക്കണ്ട, ഉടനെ ഒരു ആൺകുഞ്ഞിന് നീ ജന്മം നൽകും. ദേഷ്യത്തോട് ലീല തിരിച്ചു ചോദിക്കുന്നത് ഈ ഗ്രാമത്തിലെ സ്ത്രീകൾക്ക് എന്തുകൊണ്ടാണ് കുട്ടികൾ ഉണ്ടാകാത്തതെന്നാണ്. എന്തിനാ ആൾക്കാരെല്ലാം നാടുവിട്ടു പോകുന്നത്? എന്നാൽ അവർ ലീലയെ അടുത്തേക്ക് ചേർത്ത് നിർത്തി അവളുടെ വയറ്റിൽ തൊട്ടുകൊണ്ട് പറയുന്നുണ്ട്, നിന്നിലാണ് എല്ലാത്തിനും ആരംഭമെന്ന്. നീ ഉടനെ ഗർഭിണിയാകും, ഒരു കുഞ്ഞിന് ജന്മം നൽകും. അതിനുശേഷം ഇവിടെ വീണ്ടും ഗർഭിണികൾ ഉണ്ടാകും. നിന്നിലാണ് എല്ലാത്തിനും തുടക്കം. അന്ന് രാത്രി ലീല ഉറങ്ങിക്കിടക്കുമ്പോൾ മുറിയിലിരുന്നു കൊണ്ട് കാന്തി ഗ്ലാസ്സിലുണ്ടായിരുന്ന വെള്ളം താഴേക്ക് ഒഴിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കട്ടിലിൽ കിടന്ന ലീലയാകട്ടെ വെള്ളം കുടിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ സമയം പെട്ടെന്ന് അവിടേക്ക് എന്തോ ഒരു ശക്തി വരുന്നു. അവളുടെ രണ്ട് കാലുകളും രണ്ട് സൈഡിലേക്കായി. ആ ശക്തി അവളെ പ്രാപിച്ചു. അതൊരു
രക്ഷസായിരുന്നു. ആ രക്ഷസിന്റെ അംശം ലീലയുടെ ശരീരത്തിനുള്ളിലേക്ക് വന്നു. അവൾ പേടിച്ച് ഞെട്ടി എഴുന്നേൽക്കുമ്പോഴേക്കും ആ രക്ഷസ് അവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് അവൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ അവളുടെ ശരീരം കാന്തിയുടെ ശരീരം പോലെ ആകുന്നതായിട്ട് അവൾക്ക് തോന്നുന്നു. അവളും കാന്തിയെ പോലെ കീരിമാംസം തിന്നുന്നതായിട്ട് ആ കണ്ണാടിയിൽ കാണുന്നുണ്ട്. കാണുന്നതൊക്കെ സത്യമാണോ മിഥ്യയാണോന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് അവൾ വൊമിറ്റ് ചെയ്യുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് കാന്തി അവളെ മുകളിലേക്ക് വിളിക്കുന്നു. മാംസവും മദ്യവുമായിട്ട് ലീല മുകളിലേക്ക് കയറി ചെന്നു. കാന്തി ലീലയോട് പറയുന്നുണ്ട്, നീ ഗർഭിണിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഈ പ്രാവശ്യം എല്ലാം ശരിയാകും. നിന്റെ കുഞ്ഞിനെ നിനക്ക് നഷ്ടമാകില്ല. നീ ആ കുഞ്ഞിന് ജന്മം നൽകും. അത് കേട്ടപ്പോൾ ലീലയ്ക്ക് മനസ്സിന് കുറച്ച് ആശ്വാസം തോന്നി. എന്നാൽ ആ സമയം രാജനെ കാണാൻ ശ്രീധർ അവിടേക്ക് വരുന്നു. രാജൻ ആ സമയം അവിടെ ഉണ്ടായിരുന്നില്ല. ലീലയെ കണ്ട ഉടനെ അയാൾക്ക് മനസ്സിലായി അവൾ ഗർഭിണിയാണെന്ന്. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, കാന്തിയുടെ കുടുംബത്തിൽ തന്നെയുള്ള ആളാണ് ഞാനും. എനിക്കും കാന്തിയുടെ പല ശക്തികളും ഉണ്ട്. മുകളിൽ നിന്ന് കാന്തി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ശ്രീധർ ലീലയോട് പറയുന്നത്, നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതാ നിനക്ക് നിന്റെ കുഞ്ഞിന് നല്ലത്. അവിടെ ഒരു എരുമയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അത് കേട്ടതും ശ്രീധർ പറയുന്നുണ്ട്, തനിക്ക് പോകാൻ സമയമായി എന്ന്. അയാൾ അവിടെ നിന്നും പോയി. രാത്രിയായപ്പോഴേക്കും രാജൻ തിരിച്ചെത്തി. താൻ ഗർഭിണിയാണെന്നുള്ള കാര്യം രാജനോട് ലീല പറഞ്ഞതും അവൻ ഒരുപാട് സന്തോഷത്തിലായി. കൂടാതെ ശ്രീധറിനെ പറ്റിയും പറയുന്നുണ്ട്. ഇവിടെ നിന്നും അയാൾ രക്ഷപ്പെട്ടു പോകാൻ പറഞ്ഞെന്ന് പറയുമ്പോൾ രാജൻ പറയുന്നുണ്ട്, നീ അതൊന്നും കാര്യമാക്കണ്ടെന്ന്. കാന്തി രാജനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നമ്മളെ വേർപെടുത്താൻ പുറത്തുനിന്നുള്ളവർ ശ്രമിക്കും. നീ അതിനൊന്നും നിന്നുകൊടുക്കരുത്. ലീലയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് സുരക്ഷിതമായിട്ടിരിക്കണമെങ്കിൽ ശ്രീധറിനെ ഇനി ഇങ്ങോട്ട് അടുപ്പിക്കണ്ടെന്ന് കാന്തി പറയുന്നു. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. ഒരു ദിവസം രാത്രി ലീലയ്ക്ക് പ്രസവവേദന ആരംഭിച്ചു. രാജൻ ഒരു വയറ്റാട്ടിയെ വിളിക്കാൻ പോയി. ആദ്യം അവര് ആ വീട്ടിലേക്ക് വരില്ലാന്ന് പറഞ്ഞതാണ്. എന്നാൽ അവനവരുടെ കാല് പിടിച്ചു പറഞ്ഞപ്പോൾ, നീ പോയി മരുന്ന് വാങ്ങിയിട്ട് വാ, ഞാൻ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് അവർ ലീലയുടെ അടുത്തേക്ക് പോകുന്നു. തറവാടിന്റെ ഫ്രണ്ടിലേക്ക് എത്തിയപ്പോൾ അവിടെയെല്ലാം എരുമച്ചാണകം കിടപ്പുണ്ടായിരുന്നു. എരുമയുടെ സൗണ്ടും എവിടെ നിന്നും അവർ കേൾക്കുന്നുണ്ട്. ഉള്ളിലേക്ക് കയറി ചെന്നപ്പോൾ ലീല ബെഡില് രക്തത്തിൽ കുളിച്ച് കിടക്കുകയായിരുന്നു. അവൾ അലറുമ്പോൾ എരുമയുടെ സൗണ്ടായിരുന്നു വന്നിരുന്നത്. പേടിച്ചുപോയ ആ വൈറ്റാട്ടി അവിടെ നിന്നും പോയി. രാജൻ തിരിച്ചെത്തുമ്പോൾ ലീല തറയിൽ കിടക്കുകയാണ്. അവൾ കുഞ്ഞിനെ പ്രസവിച്ചു. പക്ഷേ കുഞ്ഞടുത്തെങ്ങും ഉണ്ടായിരുന്നില്ല. ആ സമയം മുകളിൽ നിന്നും കാന്തിയുടെ സൗണ്ട് കേട്ട് അവൻ അവിടേക്ക് ചെല്ലുമ്പോൾ കാന്തിയുടെ കയ്യിൽ ലീല പ്രസവിച്ച കുഞ്ഞിരിക്കുന്നതാണ് കാണുന്നത്. സ്വന്തം മകനെ പോലെ അവരാകട്ടെ ആ കുഞ്ഞിനെ മാറോട് ചേർത്ത് വെച്ചിരിക്കുന്നു. രാജന് എന്തൊക്കെയോ അപകടം മണത്തു. അവിടെയാണ് മൂന്നാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നാലാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് കുഞ്ഞിനെ ലീലയുടെ അടുത്ത് തന്നെ രാജൻ കിടത്തിയിരിക്കുന്നതാണ്. പക്ഷേ രാജന്റെ മനസ്സിൽ ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല. തന്റെ മകനെ രാജൻ സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അയാളുടെ ഉള്ളിൽ എന്തൊക്കെയോ പേടിയും ഉണ്ടായിരുന്നു. ഇതുവരെ മദ്യപിക്കാത്ത രാജൻ മദ്യപാനം ആരംഭിച്ചു. ലീല അതിനെ ചോദ്യം ചെയ്തു. എന്നാൽ തന്റെ പേടിയും സങ്കടങ്ങളും മറക്കാനായിരുന്നു അയാൾ മദ്യപിച്ചുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ലീലയ്ക്ക് മനസ്സിലായില്ല. ഇടയ്ക്കൊക്കെ ലീലയെ കാന്തി മുകളിലേക്ക് വിളിക്കും. കുഞ്ഞിനെ കുറച്ചുനേരം എന്റെ കയ്യിൽ തരാൻ പറയും. ലീല കുഞ്ഞിനെ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. അവരുടെ മകന് അവർ ശ്രീകുട്ടൻ എന്നാണ് പേരിട്ടത്. അവൻ വളർന്നു വലുതായി. രാജനാകട്ടെ നല്ലൊരു മദ്യപാനിയായി മാറിയിരിക്കുന്നു. സ്ഥിരമായിട്ട് രാജൻ കീരിമാംസവും മദ്യവുമായിട്ട് കാന്തിയുടെ മുറിയിലേക്ക് പോകുന്നത് ശ്രീകുട്ടൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കാന്തി പല മന്ത്രങ്ങളും ചൊല്ലുമ്പോഴും ശ്രീകുട്ടന്റെ ശ്രദ്ധ കാന്തിയിലായിരുന്നു. ഒരു ദിവസം രാജൻ കീരിമാംസം മുറിച്ചിട്ട് ഇലയെടുക്കാൻ പോയ സമയത്ത് ശ്രീകുട്ടൻ ആ മാംസം മണത്തു നോക്കുന്നു. അവൻ ആ മാംസം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. തന്റെ മകൻ ആ മാംസം നോക്കുന്നതും ആസ്വദിക്കുന്നതും എല്ലാം തന്നെ രാജൻ കാണുന്നു. രാജന് മനസ്സിലായി തന്റെ മകനും തന്റെ അമ്മയെ പോലെയായിരിക്കുന്നു. ആ സങ്കടത്തില് അയാൾ പോയി വീണ്ടും മദ്യപിച്ച് ബോധം കെട്ട് അവിടെ കിടക്കുന്നു. കാന്തിയാകട്ടെ വിശക്കുന്നു എന്ന് പറഞ്ഞ് ബഹളം വെച്ചതും രാജൻ എങ്ങനെയായിരുന്നോ മദ്യവും മാംസവുമായിട്ട് കാന്തിയുടെ മുറിയിലേക്ക് കയറിപ്പോയിരുന്നത് അതുപോലെ തന്നെ ഈ പ്രാവശ്യം ശ്രീകുട്ടൻ പോകുന്നു. അങ്ങനെ കുറെ നാളുകൾ കഴിഞ്ഞു. ഇവൻ പലപ്പോഴും കാന്തിയുടെ റൂമിൽ പോകുന്നത് പതിവായി. അവന് കാന്തിയെ പേടിയുണ്ടായിരുന്നില്ല. കാന്തിയുടെ കൂടെ അവൻ കളിക്കുന്നതൊന്നും ലീലയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് അപകടമാണെന്ന് ലീലയ്ക്ക് അറിയാമായിരുന്നു. ഒരു ദിവസം ശ്രീകുട്ടൻ വലിയ ഉച്ചത്തില് നേരത്തെ ലീല കണ്ട ആ ഒരു മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് ഒരു പാവയുടെ ശരീരത്തിൽ ആണി തറയ്ക്കുന്നത് അവൾ കാണുന്നു. ഈ കുടുംബത്തിലെ ആൾക്കാരെ പോലെ തന്നെ തന്റെ മകനും ആവുകയാണെന്ന് ലീലയ്ക്ക് മനസ്സിലായി. എങ്ങനെയൊക്കെയോ അവനെ അവിടെ നിന്നും പിടിച്ചു വലിച്ച് താഴേക്ക് കൊണ്ടുവന്നു. അവനോട് ആ തറവാടിന്റെ ഏരിയ വിട്ട് പുറത്തു പോകരുതെന്ന് ലീല പറഞ്ഞിട്ടുള്ളതായിരുന്നു. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ അവൻ പുറത്തിറങ്ങി പല കുട്ടികളുടെ കൂടെയും കളിക്കാൻ തുടങ്ങി. ഇടയ്ക്ക് അവരുമായിട്ട് അടിപിടിയായി. അതിലൊരു കുട്ടി അവനെ അടിച്ചു. ദേഷ്യം വന്നതും ശ്രീകുട്ടന്റെ മുഖമെല്ലാം മാറി. അവന്റെ കണ്ണുകൾ എരുമയുടെ കണ്ണുകൾ പോലെ തിളങ്ങാൻ തുടങ്ങി. അവനെ തല്ലിയ കുട്ടിയുടെ അമ്മയുടെ പേര് ഗീത എന്നായിരുന്നു. ആ സ്ത്രീ ശ്രീകുട്ടന്റെ അടുത്തേക്ക് വന്ന് അവനെ കുറെ വഴക്ക് പറയുന്നു. എന്റെ മകനെ കൂടി വഷളാക്കരുതെന്നും ഇനി ഇവന്റെ കൂടെ കളിക്കാൻ വരണ്ടാന്നും പറയുന്നു. എന്നാൽ ശ്രീകുട്ടനാകട്ടെ ആ സ്ത്രീയുടെ അടുത്തേക്ക് പോയി അവരുടെ വയറ്റിൽ കൈവയ്ക്കുന്നുണ്ട്. ആ സ്ത്രീ ഗർഭിണിയായിരുന്നു. പേടിച്ചു പോയി അവർ അവിടെ നിന്നും തിരിച്ചു നടന്നു. ലീലയെ കണ്ടതും ശ്രീകുട്ടനെ പറ്റി പരാതി പറയുകയും ചെയ്തു. നീ എന്തിനാ പുറത്തേക്ക് ഇറങ്ങിയത്, നിന്നോട് ഇങ്ങോട്ടേക്കും വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളതല്ലെന്ന് പറഞ്ഞ് ലീല അവനെ കുറെ വഴക്ക് പറയുന്നു. എന്നാൽ ശ്രീകുട്ടനാകട്ടെ ലീലയും ഭയപ്പെടുത്തുന്ന രീതിയിൽ അവളുടെ അടുത്തേക്ക് ചെല്ലുകയായിരുന്നു. ഇത് കണ്ടുകൊണ്ടുവന്ന രാജനാകട്ടെ ശ്രീകുട്ടനെ കുറെ തല്ലി. അത് കണ്ടപ്പോൾ ലീലയ്ക്ക് വിഷമം തോന്നി. തന്റെ മകനെ തല്ലരുതെന്ന് പറഞ്ഞിട്ട് ലീല ശ്രീകുട്ടനെയും കൊണ്ട് തറവാട്ടിലേക്ക് പോയി. എന്നാൽ അന്ന് രാത്രി വീട്ടിലെത്തിയ ഗീതയാകട്ടെ ശ്രീകുട്ടനുമായിട്ട് കൂട്ടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് തന്റെ മകനെ തന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. പക്ഷേ ഗർഭിണിയായ ഇവർക്ക് അന്ന് രാത്രിയിൽ വലിയ വേദന വന്നു. അവർ അവശ നിലയിലായി. അവരുടെ ശരീരത്തിൽ നിന്നും ബ്ലഡ് പുറത്തേക്ക് ഒഴുകി. അവരുടെ കുഞ്ഞിനെ അവർക്ക് നഷ്ടപ്പെട്ടു. ശ്രീകുട്ടൻ തന്റെ വയറ്റിൽ കൈവച്ചിരുന്നുവെന്ന് ആ സ്ത്രീ പറയുന്നു. അവർക്ക് കുഞ്ഞിനെ നഷ്ടപ്പെടാനുള്ള കാരണം
കാരണം ശ്രീകുട്ടന്റെയും അവന്റെ കുടുംബത്തിന്റെ ശാപമാണെന്ന് മനസ്സിലായി. അവിടെയാണ് 4ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. 5ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഈ കുഞ്ഞിനെ നഷ്ടപ്പെട്ട സ്ത്രീയുടെ ഭർത്താവും നാട്ടുകാരും ചേർന്നിട്ട് രാജനെ രാത്രിയിൽ പിടിച്ചു നിർത്തി അവനെ ഭീഷണിപ്പെടുത്തുന്നതാണ്. നീ നിന്റെ കുടുംബവും കാരണം ഈ നാട് നശിക്കാറായി. ഒന്നുകിൽ നിന്റെ മകനെ ആ തറവാട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ സമ്മതിക്കരുത്, അതല്ലെങ്കിൽ നീ നിന്റെ കുടുംബവും ഈ നാട് വിട്ടു പോകണം. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുമെന്നാണ് അവർ പറയുന്നത്. രാജന് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു. തന്റെ മകന്റെ സ്വഭാവത്തിലെ മാറ്റം രാജന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. സഹായം തേടി രാജൻ എത്തുന്നത് ശ്രീധറിന്റെ അടുത്തേക്കായിരുന്നു. രാജനെ കണ്ടത് ശ്രീധർ പറയുന്നുണ്ട്, ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതല്ലേ ഇതൊക്കെ എവിടം വരെ എത്തുമെന്ന് എനിക്ക് അന്നേ അറിയാമായിരുന്നു. അയാൾ അവനോട് പറയുന്നുണ്ട്, നീ വരാൻ വൈകിപ്പോയി. നീ നിന്റെ അമ്മയെ വിശ്വസിച്ചു. അന്ന് ഞാൻ പറഞ്ഞിരുന്ന പോലെ നീ നിന്റെ അമ്മയെ കൊന്നിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നു. എന്റെ സ്വന്തം അമ്മയെ ഞാൻ എങ്ങനെ കൊല്ലുന്നതെന്നാണ് സങ്കടത്തോടെ രാജൻ ചോദിക്കുന്നത്. എന്നാൽ അയാൾ ആ സമയം ഞെട്ടിക്കുന്ന ഒരു സത്യം അവനോട് തുറന്നു പറയുന്നു. ആ സ്ത്രീ നിന്റെ അമ്മയല്ല. നിന്റെ 18ാമത്തെ വയസ്സിൽ നിന്റെ അമ്മ കാന്തി മരിച്ചുപോയി. ഇത്രയും കാലം നീ നോക്കിയത് നിന്റെ അമ്മയല്ല, ഒരു ദുർരക്ഷസിനെയാണ്. അത് കേട്ട് ശരിക്കും രാജൻ ഞെട്ടിപ്പോയി. 30 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ നിന്റെ അമ്മയുടെ ആത്മാവിനെ നിയന്ത്രിച്ചത് ഒരു എരുമയാണ്. നിന്റെ അമ്മ തന്നെ അവരുടെ ശക്തി ഉപയോഗിച്ചുണ്ടാക്കിയ മറ്റൊരു ശക്തിയായിരുന്നു എരുമയുടെയും മനുഷ്യന്റെയും രൂപമുള്ള എരുമമാടൻ. ആ എരുമമാടനാണ് നിന്റെ അമ്മയുടെ ആത്മാവിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ശ്രീകുട്ടൻ രാജന്റെയും ലീലയുടെയും മകനല്ല. കാന്തിയുടെ ആത്മാവിന് എരുമമാടനിലുണ്ടായ കുട്ടിയാണ് ശ്രീകുട്ടൻ. അവർക്ക് ശ്രീകുട്ടന് ജന്മം നൽകാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ ശരീരത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് രാജനോട് അവന്റെ അമ്മ ലീലയെ വിവാഹം കഴിക്കാൻ പറഞ്ഞത്. ശ്രീകുട്ടന് അവന്റെ 10 വയസ്സ് വരെ മാത്രമേ മനുഷ്യായുസുള്ളൂ. നാളെ അവന്റെ 11ാമത്തെ ജന്മദിനമാണല്ലോ. 11 വയസ്സ് തുടങ്ങുമ്പോൾ അവൻ ഒരു രാക്ഷസായി മാറും. മനുഷ്യ ശരീരം വിട്ട് അവൻ പൂർണ്ണമായിട്ടും രാക്ഷസ വംശമാവും. രാജന്റെ അമ്മയ്ക്ക് സംഭവിച്ചതും അതുതന്നെയായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ രാജൻ ആകെ സങ്കടത്തിലായി. നാളെയാണ് അവന്റെ അടുത്ത പിറന്നാള്. നാളെ ഇതെല്ലാം സംഭവിക്കും. ഇതിന്റെ എല്ലാം പിന്നിലെ ചരിത്രം കൂടി ശ്രീധർ രാജന് പറഞ്ഞു കൊടുക്കുന്നു. പണ്ട് വേട്ടയാടി കാട്ടിൽ ജീവിച്ചിരുന്ന വേടർ ഗോത്രത്തിലെ അവസാന തലമുറയിലെ സന്തതിയായിരുന്നു കാന്തി എന്ന് പറയുന്ന പെൺകുട്ടി. തിളങ്ങുന്ന കണ്ണുകളായിരുന്നു അവളുടെ ഏറ്റവും വലിയ സൗന്ദര്യം. എല്ലാവരും ആശിച്ചു പോകുന്ന പെൺകുട്ടി. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവൾക്ക് പല അത്ഭുത ശക്തികൾ ഉള്ളതായിട്ട് ആ ജനങ്ങൾ വിശ്വസിച്ചു. അതുകണ്ട് കാന്തിയുടെ സഹോദരൻ കാന്തിയെ മന്ത്രവാദം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു മനയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. കൊങ്ങിണി ഗ്രാമത്തിലെ മാന്ത്രികന്മാരുടെ മനയായിരുന്നു അത്. അവിടെ മന്ത്രവിദ്യകൾ പഠിപ്പിച്ചിരുന്നത് സ്ത്രീകളായിരുന്നു. ആ കുടുംബത്തിലെ പെൺകുട്ടികളെ മാത്രമേ അവർ മന്ത്രവാദം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടെ മന്ത്രവാദം പഠിപ്പിച്ചിരുന്നത് സുമേശ്വരി എന്ന് പറയുന്ന ഒരു ടീച്ചറായിരുന്നു. അവർക്ക് 2 മക്കളുണ്ട്, മല്ലികനും ആയില്യയും. മറ്റു ശിഷ്യരെക്കാൾ കൂടുതൽ കാന്തി നല്ലപോലെ എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കുന്നത് സുമേശ്വരി അത്ഭുതപ്പെടുത്തി. എല്ലാ മന്ത്രവിദ്യകളും ഉൾക്കൊള്ളുന്ന രക്താക്ഷരഗ്രന്ഥം കാന്തിയെ അവർ പഠിപ്പിച്ചു. എന്നാൽ അതിൽ ഒരു ഭാഗം മാത്രം കാന്തിയെന്നല്ല ആര്യ അവർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് വായിക്കാനും ആര്യ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ അധ്യായത്തിന്റെ പേര് രക്താധ്യായം എന്നായിരുന്നു. അതുകൂടി തനിക്ക് പഠിക്കണമെന്ന് കാന്തിയുടെ മനസ്സിൽ ആഗ്രഹം വന്നുകൊണ്ടേയിരുന്നു. അതിനിടയ്ക്ക് ഈ സുമേശ്വരിയുടെ മകൾ ആയില്യ പ്രസവിക്കുകയും അവരുടെ കുട്ടിക്ക് പേരിടിൽ ചടങ്ങ് നടത്തുകയും ചെയ്യുന്നുണ്ട്. ആ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സുമേശ്വരി അവിടേക്ക് പോയി. താൻ പോയിട്ട് വരുന്നിടം വരെ ആ ഗ്രാമത്തെ സംരക്ഷിക്കാൻ തന്റെ ഉത്തമ ശിഷ്യയായ കാന്തിയാണ് സുമേശ്വരി ഏൽപ്പിച്ചത്. സുമേശ്വരി അവിടെ ഇല്ലാത്ത സമയത്ത് കരിമലക്കാട്ടില് മുച്ചുണ്ടി എന്ന് പറയുന്ന ദുഷ്ടശക്തി ഇറങ്ങുന്നു. ആ ശക്തിയിൽ നിന്നും ഗ്രാമത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കാന്തി അതിനെ നേരിടുന്നു. ആ ശക്തിയെ കാന്തി ഇല്ലാതാക്കുകയും ചെയ്തു. അതോടുകൂടി എല്ലാവരും കാന്തിയെ അവരുടെ വനദേവതയായ ചാണ്ടുലികയുടെ പേരിട്ട് വിളിക്കാൻ തുടങ്ങി. എല്ലാവരും തന്നെ ആരാധിക്കുന്ന കണ്ട് തനിക്ക് എല്ലാ അറിവും സ്വന്തമാക്കണമെന്ന് ചിന്തിച്ച് കാന്തിയാകട്ടെ ആ രക്താക്ഷരഗന്ധം ആരും കാണാതെ എടുത്ത് അതിലെ രക്താധ്യായം മനപ്പാടമാക്കുന്നു. കന്യകനായ യുവാവിനെ വശീകരിച്ച് വിവാഹം കഴിച്ച ശേഷം അവനെ കൊന്ന് അവന്റെ ആത്മാവിനെ പിടിച്ചടക്കുക. അങ്ങനെ ചെയ്താൽ അതീവ ശക്തി ലഭിക്കുമെന്നാണ് ആ രക്താധ്യായത്തിൽ എഴുതിയിരുന്നത്. വലിയ ശക്തിശാലിയാകാൻ വേണ്ടിയിട്ട് കാന്തിയാകട്ടെ സുമേശ്വരിയുടെ മകൻ മല്ലികനെ വശീകരിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്തു. പിന്നീട് അവനെ കൊന്ന് അവന്റെ ആത്മാവിനെ ബന്ധിച്ച് ഒരു എരുമമാടനെ സൃഷ്ടിച്ചു. ഇതറിഞ്ഞ് അവിടേക്കെത്തിയ സുമേശ്വരിയാകട്ടെ അവളെ ശപിച്ചെങ്കിലും ആ ശാപം അവൾ കേട്ടില്ല. എരുമമാടന്റെ സഹായത്തോടുകൂടി സുമേശ്വരിയുടെ കുലം തന്നെ അവൾ ഇല്ലാതാക്കി. എല്ലാവരെയും കൊന്നൊടുക്കി. എന്നാൽ അന്ന് രക്ഷപ്പെട്ടത് സുമേശ്വരിയുടെ മകൾ ആയില്യയുടെ വയറ്റിൽ ജനിച്ച ഈ ശ്രീധർ മാത്രമാണ്. എന്നാൽ ആ സമയം കാന്തി സ്വയം തിരിച്ചറിഞ്ഞു തന്റെ വയറ്റിൽ ഇതിനോടകം മല്ലികന്റെ കുഞ്ഞ് വളർന്നു തുടങ്ങിയിരിക്കുന്നുവെന്ന്. ആ കുഞ്ഞിന് കാന്തി ജന്മം നൽകി. അവന് രാജൻ എന്ന് പേരിട്ടു. എരുമമാടന്റെ സഹായം അവളെ കൂടുതൽ കൂടുതൽ ശക്തിശാലിയാക്കി. തന്റെ മുടിയുടെയും വേദങ്ങളുടെ സഹായത്തോടുകൂടി അവൾ പലതും വെട്ടിപ്പിടിച്ചു, പലതും നശിപ്പിച്ചു. അവളുടെ ഭക്ഷണശീലം തന്നെ മാറി. കീരിമാംസവും മദ്യവുമായിരുന്നു അവളുടെ ഇഷ്ടഭക്ഷണം. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഹനുമാൻ കുന്നിലും മന്ത്രവാദത്തിനു പോയ കാന്തിക്ക് അവിടുത്തെ ദൈവിക ശക്തിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. കാന്തിയുടെ ശക്തിയെ അത് ബാധിച്ചു. അപമാനിതയായ കാന്തിയാകട്ടെ പുറംലോകം കാണാതെ തന്റെ അടുത്ത ശക്തിയെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. അതിനവൾക്കൊരു സ്ത്രീ ശരീരം വേണമായിരുന്നു. അസുരവംശത്തിലെ ദേവഗണത്തിൽ ജനിച്ചൊരു സ്ത്രീയായിരുന്നു അതിനുത്തമ. അങ്ങനെയാണ് അവർ ലീലയെ കണ്ടെത്തുന്നതും രാജനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നതും. ശ്രീധർ പറയുന്നുണ്ട് തന്റെ ജന്മലക്ഷ്യം തന്നെ നിന്റെ അമ്മയും കുടുംബത്തെയും ഇല്ലാതാക്കുകയാണെന്ന്. ആ രക്ഷസനെ കത്തിച്ച് ചാമ്പലാക്കണം. ഈ പ്രാവശ്യം അയാളുടെ കൂടെ നിൽക്കാൻ രാജനും ഉണ്ടായിരുന്നു. ഇത്രയും കാലം രാജനെ അവർ വെറും അടിമയായിട്ട് മാത്രമാണ് കണ്ടത്. അതേസമയം ഇവിടെ കാന്തിയാകട്ടെ ലീലയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നീ രാജനെ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ
ശ്രീകുട്ടനെ ആരും നോവിക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്റെ മകനെ ഞാൻ ഇഷ്ടമുള്ളത് ചെയ്യുമെന്ന് ലീല പറയുമ്പോൾ ദേഷ്യത്തോടെ കാന്തി പറയുന്നുണ്ട്, അത് നിന്റെ മകനല്ലാന്ന്. എന്റെ ശരീരത്തിന് ഒരു കുഞ്ഞിന് ജന്മം നൽകാനുള്ള കഴിവുണ്ടാകില്ല, എന്നാൽ എനിക്ക് ശക്തികളുണ്ട്. ആ ശക്തി ഉപയോഗിച്ച് എനിക്കൊരു കുഞ്ഞിനെ സൃഷ്ടിക്കാനാകും. അതുകൊണ്ട് നിന്റെ വയറ്റിൽ വളർന്ന ശ്രീകുട്ടൻ നിന്റെ മകനല്ല, അതെന്റെ മകനാണ്. അത് കേട്ടതും ലീല ഒന്ന് ഞെട്ടി. അവൾ അതൊന്നും വിശ്വസിക്കാൻ തയ്യാറായില്ല. അന്ന് രാത്രി രാജൻ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഇതിനെപ്പറ്റി ലീല ചോദിക്കുന്നുണ്ട്. എന്നാൽ അവർ പറയുന്നതൊന്നും നീ കാര്യമാക്കണ്ടെന്നാണ് രാജൻ പറയുന്നത്. ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെങ്കിൽ താൻ തന്നെ തന്റെ അമ്മയെ കൊല്ലുന്നതാണ് നല്ലതെന്ന് രാജന് മനസ്സിലായി. അവൻ അന്ന് രാത്രി പതിവ് പോലെ കീരിമാംസവും മദ്യവുമായിട്ട് കാന്തിയുടെ മുറിയിലേക്ക് എത്തി. തങ്ങളുടെ ആദ്യത്തെ കുഞ്ഞ് മരിക്കാൻ കാരണം നിങ്ങളായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ കാന്തി പറയുന്നുണ്ട്, യഥാർത്ഥ ശക്തി ജനിക്കുന്നതിന് മുമ്പ് ഒരു ബലി കൊടുക്കണമായിരുന്നു. ആ ബലിയായിരുന്നു നിന്റെ ആദ്യത്തെ കുഞ്ഞെന്ന്. ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന രാജനാകട്ടെ ശ്രീധർ പറഞ്ഞ പോലെ അവരുടെ മുടി തന്നെ ഉപയോഗിച്ച് അവരുടെ കഴുത്തിൽ കൊടുക്കിട്ട് കഴുത്ത് ഞെരിച്ച് അവരെ കൊല്ലുന്നു. അവിടെയാണ് 5ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. 6ാമത്തെയും അവസാനത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് കാന്തി മരിക്കുന്നത് ശ്രീകുട്ട സ്വപ്നം കാണുന്നതാണ്. ഞെട്ടിയുണർന്ന് അവൻ പോയി നോക്കുമ്പോൾ മരിച്ചു കിടക്കുന്ന കാന്തിയാണ് കാണുന്നത്. ലീലയുടെ അച്ഛനും സഹോദരന്മാരും വന്നിട്ടുണ്ടായിരുന്നു. രാജൻ അവരോട് കൂടുതലൊന്നും ചോദിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് മരണാനന്തര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ നടത്തി. ലീലയും സഹോദരിമാരും ചേർന്നിട്ട് കാന്തിയുടെ മൃതദേഹം വൃത്തിയാക്കി അവരുടെ കയ്യിലെയും കാലിലെ നഖങ്ങൾ വെട്ടിക്കളഞ്ഞു. രാജൻ വന്ന് അവരുടെ കണ്ണ് കെട്ടിയ ശേഷം അവർ കിടന്നിരുന്ന അതേ ബെഡ്ഷീറ്റിൽ തന്നെ അവരുടെ മൃതശരീരം പൊതിഞ്ഞു കെട്ടി. രാജനും ലീലയുടെ അച്ഛനും ചേർന്നിട്ട് അത് എടുക്കാൻ നോക്കിയിട്ട് പൊങ്ങുന്നുണ്ടായിരുന്നില്ല. അത്രയധികം വെയിറ്റ് ആ ശരീരത്തിന് അവർക്ക് തോന്നി. ആ സമയം രാജനാകട്ടെ കാന്തിയുടെ മുടി വെട്ടി ലീലയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. അതിനുശേഷം ആ മൃതദേഹം എടുത്തപ്പോൾ അതിനത്ര വെയിറ്റ് ഉണ്ടായിരുന്നില്ല. വീടിന്റെ സൈഡിലായിട്ട് അവർ ഒരുക്കിയ ചിതയിലേക്ക് ആ മൃതദേഹം കൊണ്ടുവച്ചിട്ട് അവർ കത്തിച്ചു. എന്നാൽ ആ സമയം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. എന്നാലും തീ ഒരു സൈഡിൽ കത്തിക്കൊണ്ടേയിരുന്നു. ഇതൊന്നും കണ്ടിട്ട് ശ്രീകുട്ടന് സഹിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ അപ്പോഴും കരഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. ചിതയെല്ലാം കത്തിത്തീർന്നു കഴിഞ്ഞപ്പോൾ ലീലയുടെ അച്ഛനാകട്ടെ കാര്യങ്ങൾ തിരക്കുന്നു. എന്നാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകുന്നതാ നല്ലതെന്നാണ് രാജൻ പറയുന്നത്. അത് ശരിക്കും എന്റെ അമ്മയായിരുന്നില്ല, അതൊരു രക്ഷസായിരുന്നു. ഞാൻ ഇത്രയും കാലം അമ്മയാണെന്ന് കരുതി അതിനെ പരിചരിച്ചുകൊണ്ടിരുന്നതാണ്. ലീലയ്ക്ക് അതൊന്നും കേട്ടിട്ട് വിശ്വാസമായില്ല. മദ്യപിച്ചിട്ട് അവനെന്തോ പിച്ചുമ്പയും പറയുകയാണെന്നാണ് ലീല ആദ്യം കരുതിയത്. ശ്രീകുട്ടനെയും കൂട്ടി താൻ ഇവിടെ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ലീലയെ അവൻ തടയുന്നു. ശ്രീകുട്ടൻ ഇവിടെ ഉണ്ടെങ്കിലേ പറ്റൂ, അവന് മാത്രമേ രക്ഷസിനെ തളയ്ക്കാൻ പറ്റൂ. ആ മൃതദേഹം കത്തിച്ചെങ്കിലും ആത്മാവ് ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. ആ സമയം ഒരു ഫ്ലാഷ് ബാക്ക് സീൻ കാണിക്കുന്നുണ്ട്. ശ്രീധരാകട്ടെ രാജനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്റെ അമ്മയും മകനെയും കൊന്നെങ്കിൽ മാത്രമേ നിനക്ക് ഈ പ്രശ്നത്തിൽ നിന്നും മോചനം ലഭിക്കൂ എന്ന്. ആ രക്ഷസ് ഇല്ലാതാകണമെങ്കിൽ ശ്രീകുട്ടനും കാന്തിയും ഇല്ലാതെയാകണം. പക്ഷേ ഈ കാര്യം ലീലയോട് തുറന്നു പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് രാജൻ കാന്തിയുടെ ആത്മാവിനെ തളയ്ക്കാൻ ശ്രീകുട്ടന്റെ സഹായം വേണമെന്ന് പറഞ്ഞത്. അങ്ങനെ ലീലയുടെ അച്ഛനും സഹോദരിമാരും പോയി. പിറ്റേന്ന് ശ്രീധർ തന്റെ സഹായി ഭദ്രയും കൂട്ടി അവിടേക്ക് എത്തുന്നു. പൂജാകർമ്മങ്ങൾ ആരംഭിച്ചു. കാന്തിയുടെ അസ്ഥി ശേഖരിച്ചു. അസ്ഥിയടങ്ങുന്ന കുടവും അവരുണ്ടാക്കിയ ഒരു കോലത്തലയും ആ തറവാടിന്റെ സൂര്യപ്രകാശം വീഴാത്ത തെക്കേറ്റത്തുള്ള അറയിൽ കൊണ്ടുപോയി വെക്കാൻ ശ്രീകുട്ടനോട് അവർ ആവശ്യപ്പെടുന്നു. ആ കോലത്തല കളത്തിന്റെ നടുക്ക് വെക്കുമ്പോൾ അവിടെ ഇരുന്നില്ലെങ്കിൽ അതിനെ അവിടെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നിന്റെ ഒരു തുള്ളി രക്തം അതിന്റെ തലയിൽ ഒഴിക്കണമെന്ന് ശ്രീധർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രീധർ പറഞ്ഞ പോലെ കോലത്തല കൊണ്ടുവച്ചു കഴിഞ്ഞപ്പോൾ അത് മുകളിലേക്ക് ഉയരാൻ തുടങ്ങി. തന്റെ കാലിൽ മുറിവുണ്ടാക്കി ശ്രീകുട്ടൻ അതിന്റെ മുകളിലേക്ക് ബ്ലഡ് ഒഴിച്ചതും അത് അവിടെ തന്നെ ഇരുന്നു. അതിനുശേഷം ശ്രീധറാകട്ടെ രാജനോട് പറയുന്നുണ്ട്, കാന്തിയുടെ ആത്മാവിനെയും ആ രക്ഷസിനെയും ഇല്ലാതാക്കണമെങ്കിൽ ശ്രീകുട്ടനെ കൊന്നെങ്കിലേ പറ്റൂ. കോലത്തലയുമായി മന്ത്രക്കളത്തിന്റെ അടുത്തേക്ക് ഇറങ്ങി വരുന്നവനെ ഈ ആണി ഉപയോഗിച്ച് നീ അടുത്തുള്ള പാലമരത്തിൽ തളയ്ക്കണം. അവനെ പിടിച്ചു കെട്ടണമെങ്കിൽ ഈ ചങ്ങലി ഉപയോഗിക്കണം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തെങ്കിൽ മാത്രമേ ആ രക്ഷസിനെ തളയ്ക്കാൻ പറ്റൂ. ഇതൊന്നും ലീലയ്ക്ക് അറിയില്ല. എന്തോ പൂജ ചെയ്യുകയാണെന്ന് മാത്രമേ അവൾക്കറിയൂ. ശ്രീകുട്ടനോട് അവർ ആ കോലത്തല എടുത്തുകൊണ്ടുവരാൻ പറയുന്നു. അവൻ അതും എടുത്തുകൊണ്ട് കളത്തിന്റെ അടുത്തേക്ക് വന്നു. കളത്തിന്റെ നടുക്കത് വെച്ചിട്ട് തിരിച്ചു പോകാൻ തുടങ്ങിയ ശ്രീകുട്ടനെ ശ്രീധറിന്റെ സഹായി ഭദ്ര പിടിക്കുന്നു. ഇത് കണ്ടിട്ട് ലീല ശ്രീകുട്ടനെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും രാജൻ പറയുന്നുണ്ട്, എനിക്ക് വേറെ നിവൃത്തിയില്ല, ഇത് ചെയ്തേ പറ്റൂന്ന്. തന്റെ മകനെ ഇവർ കൊല്ലാൻ പോവുകയാണെന്ന് ലീലയ്ക്ക് മനസ്സിലായി. ലീല തടയാൻ ശ്രമിച്ചത് കാരണം രാജൻ അവളെ അടുത്തുള്ള ഒരു ചെറിയ മുറിയിൽ പൂട്ടിയിടുന്നു. അതിന്റെ തടികൾക്കിടയിലൂടെ അവൾക്ക് കാണാമായിരുന്നു തന്റെ മകനെ അവർ എന്താണ് ചെയ്യുന്നതെന്ന്. ശ്രീകുട്ടന്റെ ഉള്ളിലുള്ള എരുമമാടന്റെ രൂപം പുറത്തു വന്നു. അവൻ എരുമയെ പോലെ അമറാൻ ആരംഭിച്ചു. ആ കീരിമാംസവും മദ്യവും കഴിക്കാൻ ആരംഭിച്ചു. പക്ഷേ ശ്രീധർ പ്രതീക്ഷ പോലെ അയാളുടെ ശക്തി ഉപയോഗിച്ച് എരുമമാടിനെ പിടിച്ചുകെട്ടാൻ അയാൾക്ക് പറ്റിയില്ല. അയാളെയും ഭദ്രയും അത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. തന്റെ മകന്റെ യഥാർത്ഥ രൂപം ലീലയും കണ്ടു. അവൻ ശരിക്കും തന്റെ മകനല്ലാന്നും എരുമമാടനാണെന്നും ലീലയ്ക്ക് മനസ്സിലായി. പക്ഷെ എന്തൊക്കെയാണെങ്കിലും താൻ ജന്മം കൊടുത്ത കുഞ്ഞല്ലേ, അതുകൊണ്ട് ലീലയ്ക്ക് അവനോട് സ്നേഹമായിരുന്നു. ഒരു വിധത്തിൽ ആ ചങ്ങല ഉപയോഗിച്ച് രാജൻ ശ്രീകുട്ടനെ പിടിച്ചുകെട്ടി അടുത്തുള്ള പാലമരത്തിലേക്ക് അവനെ കൊണ്ടുപോയി ചേർത്ത് നിർത്തി അവന്റെ തലയിലേക്ക് ആണിയടിക്കാൻ നോക്കുകയായിരുന്നു. എന്നാൽ അയാൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. താൻ ഓമനിച്ച് വളർത്തിയ മകൻ അവൻ ഈ അവസ്ഥയിലാകുമെന്ന് അയാൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. രണ്ടും കൽപ്പിച്ച് അയാൾ അവനെ കൊല്ലാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ ലീല മുറിയിൽ നിന്നും പുറത്തിറങ്ങി. അവൾ രാജന്റെ ശരീരത്തിലേക്ക് അമ്പെയ്യുന്നു. അയാളുടെ ശരീരത്തിലൂടെ അമ്പ് തുളച്ചു കയറി. കരഞ്ഞുകൊണ്ട് ലീല വന്ന് രാജനോട് പറയുന്നുണ്ട്, അതെന്റെ മകനല്ലാന്ന് എനിക്കറിയാം. അവന്റെ യഥാർത്ഥ രൂപം ഞാൻ കണ്ടു. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഞാൻ അവന് ജന്മം നൽകിയതല്ലേ. ഞാൻ മരിക്കുന്നിടം വരെ അവനെ ഞാൻ സംരക്ഷിക്കും. എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആ അമ്പ് വലിച്ചൂരി. രാജൻ മരിച്ചുപോയി. താൻ ജന്മം നൽകിയത് രാജന്റെ അമ്മയെപ്പോലെ ഒരു രക്ഷസനാണെന്ന് അറിഞ്ഞിട്ടുപോലും ലീല ശ്രീകുട്ടനെ സംരക്ഷിച്ചു. പിന്നീടങ്ങോട്ട്
രാജൻ തന്റെ അമ്മയ്ക്ക് ചെയ്തിരുന്നത് പോലെ കീരിയുടെ മാംസവും മദ്യവും കൊണ്ടുപോയി ലീല ശ്രീകുട്ടന് കൊടുക്കാൻ ആരംഭിച്ചു. അവന്റെ തലയിൽ കൊമ്പുകൾ വളർന്നു വന്നു. അവൻ പൂർണ്ണമായിട്ടും ഒരു രാക്ഷസായി മാറിയിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഈ ഒരു സീരീസ് അവസാനിക്കുന്നത്. ഈ സീരീസിന്റെ സ്റ്റോറിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.